ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് മെയിനായിട്ട് എടുത്തത് ചിക്കനാണ് കേട്ടോ. ചിക്കനോ ബീഫോ ഇല്ലെങ്കിൽ നമുക്ക് മുട്ടയും കൊണ്ടോ ഇത് ചെയ്തെടുക്കാം. ഒന്നും കൂടി ടേസ്റ്റ് നമുക്ക് ചിക്കനും ബീഫിലും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് പീസാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 3 കപ്പ് മൈദ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. നമുക്കിത് നല്ലൊരു ലൂസ് ബാറ്റർ ആയിട്ടാണ് കിട്ടേണ്ടത്. ഇപ്പോൾ പൊടിയൊക്കെ നല്ല മിക്സായിട്ട് ഒട്ടും കട്ടല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ കിട്ടേണ്ടത്. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓരോ തവി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ പരത്തിയിട്ട് സാധാരണ നമ്മൾ മൈദ ദോശയൊക്കെ ചുട്ടെടുക്കൂലേ, അതേപോലെ തന്നെ 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ ഇനി എല്ലാതും ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ചിക്കനും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ചിക്കന് പൊരിക്കേണ്ട പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് വേവിച്ചെടുത്താലും മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് ഇങ്ങനെ പൊരിച്ചിട്ട് ഇടുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇനി അതാവണ നേരം കൊണ്ട് തന്നെ നമുക്കൊന്ന് മുട്ട ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചട്ടിപ്പത്തിരി 2 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റെണ്ണം ചെയ്തെടുക്കുകയാണെങ്കിൽ 2 മുട്ടയൊക്കെ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പാൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുകയാണെങ്കിൽ നമ്മൾ എഗ്ഗിന് നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ടാവും. അതേപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മൾ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ് കേട്ടോ. ഇനി ഇതേ പാനിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിട്ട് കുറച്ച് മാത്രം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 4 സവാള ചെറുതായി അരിഞ്ഞതാണ്, ചോപ്പ് ചെയ്തെടുത്താണ്. അതും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ചട്ടിപ്പത്തിരി ആട്ടം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നത്. ഇനി നിങ്ങൾ ഒറ്റ പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ 2 സവാള ഒക്കെ എടുത്താലും മതി. ഇനി സവാള ഒന്ന് ജസ്റ്റ് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. ഇനി മസാലേൻ്റെയൊക്കെ പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചെടുത്തില്ലേ, അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മസാലയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ ഫില്ലിങ്ങും മൈദ അപ്പവും അതേപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്തും കൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ. ഇനി ഇതിലേക്ക് ഓരോ മൈദപ്പം എടുത്തിട്ട് മുട്ടേൻ്റെ മിക്സിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിക്കൻ ഫില്ലിംഗ് ഇല്ലേ, അതും കൂടി ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് നിരത്തി ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ആവുന്ന പോലെ തന്നെ ഒന്ന് വെച്ചെടുക്കുക. വീണ്ടും മൈദപ്പം എടുക്കുക, മുട്ടൻ്റെ മിക്സിലേക്ക് നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ മേലോട്ട് വെച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിവിടെ ഒരു 5 ലെയറായിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലെയർ വേണം അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മൈദപ്പം വയ്ക്കുക, അതിൻ്റെ മുകളിൽ ചിക്കൻ ഫില്ലിങ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണേക്കാളും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഇതിലേക്ക് മുട്ടേൻ്റെ മിക്സും കൂടി ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നേരെ അടുപ്പത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച ശേഷം ഒന്ന് തുറന്ന് നോക്കുക. നമ്മൾ ഓൾറെഡി അപ്പം അതേപോലെ ചിക്കനൊക്കെ കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് നേരം വെക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഒഴിച്ചാൽ മിക്സില്ല മുട്ടൻ്റെ, അത് മാത്രം വെന്തിട്ടാൽ മതി. ഒന്ന് സെറ്റായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊരു പാനിലോട്ട് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ 2 സൈഡും കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ വീട്ടിൽ എപ്പോഴെങ്കിലൊക്കെ ചിക്കൻ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്താണെങ്കിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ്. ഇത് കഴിച്ചാൽ നമുക്ക് നിർത്താൻ തോന്നൂല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. ഗസ്റ്റ് വരുമ്പോഴും അതുപോലെ തന്നെ ഇനി നോമ്പൊക്കെ ആവാനായില്ലേ, അപ്പോൾ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ തന്നെ നല്ല റെസിപ്പി ആയിട്ടും വീണ്ടും വരാം.